السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المخلوقين وعلى آله وأصحابه الفائزين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണാർത്ഥത്തിൽ നമ്മുടെ നോമ്പും മറ്റ് എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. തറാവീഹ് നിസ്കാരം, അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. തറാവീഹ് നിസ്കാരം റമദാൻ കൊണ്ട് ഖാസാണ്. മറ്റ് മാസങ്ങളിൽ റമദാൻ മാസം തറാവീഹ് ഇല്ല. റമദാനിക്ക് മാത്രമുള്ള നിസ്കാരമാണ്. എന്ന് മാത്രമല്ല, റമദാൻ്റെ ഒരു ഷിആർ കൂടിയാണ് തറാവീഹ് നിസ്കാരം. അതിൻ്റെ ഒരു അടയാളമാണ്. ആ നിസ്കാരം വളരെ പുണ്യമുള്ള ഒരു അമലാണ്, സുന്നത്താണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സുന്നത്താണ്. സ്ത്രീകളുടെ അവരുടെ വീട്ടുകളിലിരുന്ന് നിസ്കരിക്കണം, വീടുകളിൽ വെച്ച് നിസ്കരിക്കണം, മറ്റുള്ളവർ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. ഈ സമയത്ത് ഉണർത്താനുള്ളത്, തറാവീഹ് നിസ്കാരം വളരെ സ്പീഡിലാണ് മിക്കവാറും സ്ഥലങ്ങളിൽ നിസ്കരിക്കപ്പെടുന്നത്. ഞാനടക്കമുള്ള പല ഇമാമുകളും നിർബന്ധിതാവസ്ഥയിൽ സ്പീഡ് കൂട്ടുന്നവരാണ്. ആ സ്പീഡ് കൂട്ടി നിസ്കരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ബാത്തിലാകാത്ത രൂപത്തിലെങ്കിലും അത് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. സുന്നത്ത് നിസ്കാരമായാലും ഫർദായാലും ഫാത്തിഹ നിർബന്ധമായിട്ട് ഓതണം. ആ ഫാത്തിഹയിൽ ഹർഫുകളൊന്നും പിഴക്കാതെ, അക്ഷരങ്ങൾക്കൊന്നും കുറവ് സംഭവിക്കാതെ ഫാത്തിഹ റെഡിയാക്കി ഓതണം. പിന്നെ അതിന് ശേഷം സൂറത്താണ്. സൂറത്ത് ചുരുങ്ങിയൊരു സൂറത്തുകൾ ഓതാ, ചെറിയ സൂറത്തുകൾ ഓതാ, അതുപോലെ ചെറിയ ആയത്തുകൾ ഓതാ, ഇതൊക്കെ ഓതാ. അങ്ങനെ ചെറിയ സൂറത്തുകളോ കുറഞ്ഞ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹയ്ക്ക് ശേഷം മൗമൂമിന് ഫാത്തിഹ ഓതാൻ സമയം കിട്ടൂല. അപ്പോൾ മൗമൂം എന്ത് ചെയ്യണം? ഇമാമിൻ്റെ ഫാത്തിഹ ഏതാണ്ട് ഒരു പകുതിയായത് മുതൽ മൗമൂമ് ഫാത്തിഹ ആരംഭിക്കണം. എന്നിട്ട് മൗമൂമ് ഇമാം റുക്കൂഅ് പോകുന്നതിന് മുമ്പായിട്ട് ഫാത്തിഹ ഫുള്ളായിട്ട് ഓതിയിരിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മസ്ബൂഖീങ്ങൾക്ക് മാത്രമാണ് ഫാത്തിഹക്ക് മുഴുവനാക്കണ്ട എന്ന നിയമമുള്ളത്. ഇമാമിൻ്റെ കൂടെ തുടർന്നവർക്ക് ആ നിയമമില്ല. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കിൽ നിസ്കരിക്കുന്നവർ അത് പ്രത്യേകം മൗമൂമിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. ഫാത്തിഹ ആദ്യം റെഡിയായിട്ട് വെക്കുക. പിന്നെ സമയമുണ്ടെങ്കിൽ ഇമാമിൻ്റെ ഓത്ത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് റുക്കൂഇനും സുജൂദിനും എഴുത്തിദാലിനും രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും എല്ലാം അനക്കമടങ്ങുക എന്ന് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ ഫർളാണ്. അത് സുന്നത്തിലും അത് ബാധകമാണ്. സുന്നത്ത് നിസ്കാരത്തിന് തുമനീനത്തില്ലാതെ പറ്റൂല. തുമനീനത്ത് അടങ്ങി താമസിച്ചില്ല എങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് ഖദറെങ്കിലും എല്ലാ അവയവങ്ങളും അടങ്ങിയില്ല എങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റുക്കൂഇൽ ചെന്ന് പെട്ടെന്നായിരിക്കും ഇമാമ് എഴുത്തിദാലിലേക്ക് വരിക. അത് ഒരനക്കം അടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ഇമാമിൻ്റെ ചിലപ്പോൾ റെഡി ആയിരിക്കും, പക്ഷെ മൗമൂമും അതുപോലെ ശ്രദ്ധിക്കണം. ഒരു സ്വട്ടെങ്കിലും സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി എന്ന് റുക്കൂഇൽ പറയുക. എഴുത്തിദാലിൽ വന്നിട്ട് രണ്ട് കൈയൊക്കെ താത്തിയിട്ട് എല്ലാ അനക്കും അടങ്ങിയിട്ട് റബ്ബനാ ലക്കൽ ഹംദു എന്നെങ്കിലും പറയുക. പിന്നെ സുജൂദിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ഒരു വട്ടെങ്കിലും പറയുക. പിന്നെ
ഇടയിലിരുത്തത്തിലൊന്ന് റബ്ബെ ഓഫർലി വർഹംനി അത് ഫുള്ളായിട്ട് ചെല്ലാൻ പറ്റുന്നിടത്തോളം ചെല്ല. പിന്നെ രണ്ടാമത്തെ സുജൂദിന് അങ്ങനെ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅല പറയുക. പിന്നെ അത്തഹിയാത്തിൻ്റെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തഹിയാത്ത് പിന്നെ തറാവീഹിൽ അത്തഹിയാത്ത് ഒടുവിൽ അത്തഹിയാത്ത് മാത്രമേ ഉള്ളൂ. കാരണം സുബഹി നിസ്കാരം പോലെ തന്നെ 2 റക്അത്താണല്ലോ നമ്മൾ നിസ്കരിക്കണം. 2 റക്അത്ത് വെച്ച് സലാം വിട്ടുകയാണ്. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്താണ്. അവസാനത്തെ അത്തഹിയാത്താവുമ്പോൾ അവസാനത്തെ അത്തഹിയാത്തിൽ നാം മസീഹ് ദജ്ജാൽ വരെ ഓതാറുണ്ട് ഫർദ് നിസ്കാരത്തിൽ. എന്നാൽ നിർബന്ധമായിട്ടെങ്കിലും നമുക്ക് ഓതേണ്ടത് ഒടുവിൽ അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് വരെങ്കിലും ഓതിയിട്ട് സലാം വിട്ടുക. അതെങ്കിലും ഓതിയിട്ട് സലാം വിട്ടണം. പിന്നെ അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ദുആയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കൽ കറാഹത്തൊക്കെയാണ്. എന്നാലും നിസ്കാരം ബാത്തിലാകാത്ത രൂപത്തിലാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ബാത്തിലാകാത്ത രൂപത്തിൽ നിർവഹിക്കേണ്ട രൂപമാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് പുണ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഒടുവിലെ തഹിയ്യാത്താണ് എല്ലാ തറാവീൻ്റെ ഈ 2 റക്അത്തിലും ഉള്ളത്. ആദ്യത്തെ തഹിയ്യാത്തില്ല. അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ അത്തഹിയ്യാത്ത്. അതോടുകൂടി അത്തഹിയ്യാത്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സലാത്തി എല്ലൊരു നിർബന്ധമാണ്. അത് കഴിഞ്ഞ് നബിക്ക് സലാത്തി അല്ലി, പിന്നെ നബിൻ്റെ കുടുംബങ്ങൾക്ക് സലാത്തി അല്ലി അബാദ് സുന്നത്തപ്പെട്ടതാണ്. ഒഴിവാക്കിയ സഹുവിൻ്റെ സുന്നത്തുള്ള ഒരു കാര്യമാണ് നബിയുടെ കുടുംബങ്ങളെ മേൽ സലാത്തി അല്ലൽ. അപ്പോൾ അതും കൂടി ചെല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് സലാം വിട്ടുക. ചുരുങ്ങിയ രൂപമാണ് ഇപ്പോൾ ഈ പറയുന്നത്. കാരണം ബാത്തിലാകാത്ത രൂപത്തിലുള്ള ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ തറാവീൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതിരുന്നാൽ നമ്മളെ അമൽ തന്നെ ബാത്തിലായി പോകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. കുറച്ച് സ്പീഡ് കുറഞ്ഞ് നിസ്കരിച്ചാൽ പിന്നെ ബാക്കിൽ ആളെ കിട്ടൂല. സാവധാനത്തിൽ നിസ്കരിച്ചാൽ ആളെ കിട്ടാത്തൊരു കാലഘട്ടമായി. അതുകൊണ്ട് ഇമാമിങ്ങളും സ്പീഡ് കൂട്ടാൻ നിർബന്ധിതരാകുകയാണ്. അങ്ങനെ സ്പീഡ് കൂട്ടി നിസ്കരിക്കുമ്പോൾ മഅ്മൂമിങ്ങളും ഇമാമിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ ഈ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആഫിയത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. പല മുറാദുകളും ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഖൈറായതൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഖൈറായ രൂപത്തിൽ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഈ പ്രവാസ ലോകത്ത് വന്ന് ജോലി അന്വേഷിക്കുന്നവരുണ്ട്, വിസിറ്റിലുള്ളവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും ജോലിയുടെ കാര്യം മറ്റുമൊക്കെ നീ ഖൈറായ രൂപത്തിൽ എളുപ്പമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ റമദാൻ മാസം വന്നതിന് ശേഷവും മരണപ്പെട്ട്, അതിൻ്റെ മുമ്പും മരണപ്പെട്ട്, ആ കൂട്ടത്തിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ട്. റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളൊക്കെ ഒരുപാട് കാലം മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. റബ്ബേ, അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ അല്ലാഹ്. റബ്ബേ, അവരൊക്കെ നീ നരകമോചിതരാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഒരു ദിവസം മരിക്കാനുണ്ട് റബ്ബേ. ആ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.